10 പൈസക്ക് കൊള്ളിയല്ല. 800 ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജ് ആണെങ്കിൽ അവനാണ് ഒരു രക്ഷയില്ല. അന്യായ പടമാണ് ഒരു രക്ഷ. സോ ഹായ് ഫ്രണ്ട്സ്, രാവിലെ എംബ്രാൻ മൂവി കണ്ടു, ചങ്ങനാശ്ശേരിയിൽ പോയി കണ്ടു. അതിൻ്റെ FDFs എടുത്തു, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എടുത്തു. പബ്ലിക് റെസ്പോൺസ് ചോദിക്കാനായിട്ട് പലരും ചോദിച്ചു, ആരും പറയാൻ അധികം കൂട്ടാക്കിയില്ല. ഫാൻസ് ആയിരുന്നു കൂടുതലിരുന്നത് എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു, ഒന്ന് റെസ്റ്റ് എടുത്തു, വർക്കിന് പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് തോന്നി. കുറച്ച് സുഹൃത്തുക്കളെ വിളിക്കുകയും ചെയ്തിരുന്നു, എങ്ങനെയുണ്ട് ചേട്ടാ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്താനും പറയാതെ പോയ കുറച്ച് കാര്യങ്ങളൊന്ന് രേഖപ്പെടുത്താനും ഈ ഒരു വേദി ഞാൻ വിനിയോഗിക്കുന്നു. ഓക്കെ, സോ സിനിമ 3 മണിക്കൂർ ഉടനീളമുള്ള സിനിമ. ആദ്യത്തെ ചോദ്യം, നമുക്ക് എങ്ങനെയാണ് ഈ 3 മണിക്കൂർ എൻഗേജ് ചെയ്യാൻ സാധിക്കുമോ? പൃഥ്വിരാജിൻ്റെ കോൺഫിഡൻസ്, ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂവിലുള്ള കോൺഫിഡൻസ്, മുരളിഗോപിയുടെ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, മുരളിഗോപി ഒട്ടുമിക്ക പ്രൊമോഷനിൽ മാറി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയതാണോ എന്നറിയില്ല. പക്ഷേ ചില വേദികളുണ്ടായിരുന്നു, പക്ഷേ അവസാന നിമിഷത്തെ പ്രൊമോഷനിലധികം അദ്ദേഹം കണ്ടില്ല. ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. മേ ബി പല സ്ഥലങ്ങളും ട്രാവൽ ചെയ്ത് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുകൊണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. സിനിമ 3 മണിക്കൂറുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് നമ്മൾ ശരിക്കും എൻഗേജ്ഡ് ആക്കി. സിനിമ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് തന്നെ പിച്ച് ചെയ്യുന്ന രീതിയിലാണ് സിനിമ കൊണ്ടുപോയത്. കാരണം അതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു കലാപത്തെ കാണിച്ചുകൊണ്ടുള്ളൊരു സിനിമ, അത് വളരെ നമുക്ക് മെൻ്റലി അല്ലെങ്കിൽ മൈൻഡ് ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ചില സീൻസ്, അത് വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ അടുത്തിരുന്ന സുഹൃത്തോട് പറഞ്ഞു, സിനിമ നന്നായിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്, ഇനി ലാലേട്ടൻ്റെ വരവ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ലാലേട്ടന് വേണ്ടി കാത്തിരുന്ന 1 മണിക്കൂറാണ്. അതിനിടയ്ക്ക് കുറച്ച് ഇൻ്റർനാഷണൽ ലെവലുള്ള പല പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ പറയുകയുണ്ടായി. ആ ഇഷ്യൂസിനൊക്കെ സോൾവ് ചെയ്ത് അവസാനം നമ്മുടെ നായകൻ്റെ വരവാണ്. നായകൻ്റെ വരവിന് മുമ്പ് കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് CPM, കോൺഗ്രസ്, BJP തമ്മിലുള്ള ഇഷ്യൂസൊക്കെ കാണിക്കുന്നുണ്ട്. അതിനെ എക്സ്പോസ്ഡ് ആക്കുന്നുണ്ട്. കൂടുതലും പണി കിട്ടുന്നത് CPM നും BJPക്കാണ് എന്ന് സിനിമ കണ്ടിറങ്ങുന്നവർക്ക് മനസ്സിലാവും. IOF അല്ലേ. സോ ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ എബ്രാം ഖുറേഷിയെ കാണിക്കുന്നൊരു സീനുണ്ട്. ഏറ്റവും നല്ല ഇൻട്രോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം 3 ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു സീൻ തുടങ്ങിയിട്ട് എബ്രാം ഖുറേഷിയുടെ ഒരു ഇൻട്രോ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അത് തിയേറ്ററിൽ ഉടനെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്കും തന്നെ ഒരു ഹൈപ്പ് കൊടുത്തിട്ടാണ് സിനിമ കൊണ്ടുപോയത്. അടിപൊളി മാസ് എൻട്രി, ഒരു രക്ഷയില്ല. ഒരു നായകൻ പലതവണ വരുമ്പോൾ ഇത്രയും മാസമായിട്ടൊരു പടം ആദ്യമാണ്. ഇനി ഒന്നും നോക്കാനില്ല, ഒന്നും പറയാനില്ല. എനിക്ക് നമ്മൾ തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഒരു പക്ഷേ IMAX എക്സ്പീരിയൻസ് ആണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് ഞാൻ പേഴ്സണലി പറയും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും മുണ്ട് മടക്കി മീശ പിരിച്ച് ഒന്ന് തോളൊന്ന് ചരിച്ചു പോകുന്ന ഒരു സീനുണ്ട്. ആ സീനിന് വേണ്ടി കാത്തിരുന്നത് ഇൻ്റർവെൽ കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു സമയത്താണ് ഈ ഒരു മലയാളികൾ ആഗ്രഹിച്ചൊരു സീൻ കയറി വരുന്നത്. അതുവരെ ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരുതി ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻ്റർനാഷണൽ സംഭവങ്ങൾ കാണിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ലാഗ്നെസ് ഉണ്ട്. ആ ലാഗ്നെസ്സിനെയൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഹാഫ് കത്തിക്കയറുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജിൻ്റെ ഒരു മൈൻഡിൽ ഒരു ടെക്നിക്കൽ ഡയറക്ടറിൻ്റെ ഒരു കഴിവ് കിടപ്പുണ്ട്. ആ ടെക്നിക്കൽ ഡയറക്ടർഷിപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എബ്രാം ഖുറേഷിയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലാതെ സ്റ്റീഫൻ ദേവസി അല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നായിരിക്കണം കൂടുതലും ഇൻ്റർനാഷണൽ സ്റ്റൺസ്, ഇൻ്റർനാഷണൽ ഡയലോഗ്സ്, ഇൻ്റർപോളിൻ്റെ സംഭവങ്ങളൊക്കെ കൂർത്തിണക്കിക്കൊണ്ട് സിനിമ ഉടനീളം കൊണ്ടുപോയപ്പോഴത്തേക്ക് മലയാളിത്തമുള്ള ഒരു മണമുള്ള സംഭവം നമ്മുടെ കൈവിട്ടു പോയി എന്നുള്ളതാണ്. ആൻഡ് അത് ഉടനീളം കൊണ്ടുപോയെന്ന് മാത്രമല്ല, ലാലേട്ടന് അധികം ഡയലോഗ്സും ഇല്ലാത്തൊരവസ്ഥ വന്നു. ഡയലോഗ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ലാലേട്ടന്. കാരണം കൂടുതലും ആക്ഷൻസും നടത്തവും സംഭവങ്ങളും സ്വാഗ് മാത്രം. ആൻഡ് ഈ സ്വാഗിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന, നമ്മളൊരു ഹാർഡ് കോർ മോഹൻലാൽ ഫാനും അല്ല, ഞാൻ ഹാർഡ് കോർ മമ്മൂട്ടി ഫാനും അല്ല, ഞാൻ ഒരു ഹാർഡ് കോർ മലയാള സിനിമയുടെ ഫാനാണ്. സോ ഈ സമയത്ത് ഒരു സ്വാഗ് കാണിക്കുമ്പോൾ, ഈ തരത്തിലുള്ള സ്വാഗ് കാണിക്കാൻ ഇച്ചിരും കൂടെ നല്ലത് മമ്മൂക്കയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്, ടു ബി ഫ്രാങ്ക്. ലാലേട്ടന് മുണ്ട് മടക്കി അടയ്ക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതിനാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയടി വന്നത്. ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടന് അധികം വോയിസോ അല്ലെങ്കിൽ അധികം ഡയലോഗ്സ് ഇല്ലായിരുന്നു എന്ന് പറയാനുള്ള റീസൺ ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800 ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജ് ആണെങ്കിൽ അവനാണ്. അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം.
5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം പന്നം. 48 മിനിറ്റാണ് സിനിമയിലുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു അത്രയും. അത്രയല്ല, 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിന്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം അവനാണ്. ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലാലേട്ടൻ ഫാനെയാണ് നമ്മൾ കാണുന്നത്. ഒരു വീഡിയോകളുണ്ട്, ആ വീഡിയോകളെ കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. 10 വയസ്സിക്ക് കൊള്ളിയല്ല, തീർത്തും മോശം. 100 വേണ്ടിട്ട് കിട്ടിയത് കിട്ടി, അത്രേ ഉള്ളൂ സംഭവം. വില്ലനും കുഴപ്പമൊന്നുമില്ല, മോഹൻലാലും ഇല്ല, പൃഥ്വിരാജും ഇല്ല, ആരും ഇല്ല. കാരണം കൊണ്ടുപോയി കടന്ന് കൊല്ലുക എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ. കൊള്ളില്ല. കാരണം കൊണ്ടുവരുന്ന അടുത്ത സൂപ്പർ സ്റ്റാറായിട്ട് വരുന്ന പൃഥ്വിരാജാ. അപ്പൊ മോഹൻലാലിനെ തീർക്കുക, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് സാധാരണക്കാരൻ്റെ ഒരു ഭാഷയാണ്. നമ്മൾ ഒരിക്കലും ഡീഗ്രേഡിങ് കാര്യങ്ങളല്ല, പക്ഷെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സോ ഇതുപോലെ ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള, ഹോളിവുഡ് ടച്ചുള്ള സിനിമയുടെ സീക്വൻസും എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് പിന്നെ നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടറിനകത്ത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഞാനൊരു കുറച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ഇന്ദ്രജിത്തിനെ ലാലേട്ടനെ കാണിക്കുന്നൊരു സീനുണ്ട്. ലാലേട്ടനെ കാണിക്കുന്ന സീനിനകത്ത് അദ്ദേഹത്തെ വേറൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് ലാലേട്ടനെ കാണിക്കുന്നത് വരെ ഇദ്ദേഹം ഒരു മയക്കത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ മയക്കത്തിൽ കടന്ന് പിന്നീട് ലാലേട്ടനെ കാണിക്കുമ്പോൾ നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യും. ഇനി ലാലേട്ടനെ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് വരാൻ പോകുന്നത്, ഒരു വൗ ഫാക്ടർ കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ശരിക്കും ഒരു എന്താ പറയുക, ഒരു സംഭവം ലെവൽ ഇങ്ങനെ താന്നു പോകുന്ന പോലെ ഫീൽ ചെയ്ത്. രണ്ടാമത്തത്, നമ്മുടെ ആദ്യം തന്നെ ഇങ്ങനെ ഫസ്റ്റ് ഹാഫിലാണ് തോന്നുന്നത്, മഞ്ജു വാര്യരെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജിതിൻ രാംദാസ് ടോവിനോ അപ്പം മഞ്ജു വാര്യർ ചേച്ചിയുടെ അടുത്ത് പോകുന്നുണ്ട്, ചേച്ചിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, വളരെ ദേഷ്യത്തോടെയാണ്, സീരിയസോടെയാണ് കാര്യം പറയുന്നത്. ആ സമയത്ത് മഞ്ജു വാര്യരുടെ ഡയലോഗ്, നീ ഇരിക്കും, ഞാൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറയുന്ന ഡയലോഗുണ്ട്. അപ്പം ഇവിടെ പണ്ട് ആ കഞ്ഞി ഉണ്ടാക്കുന്ന സാധനം വീണ്ടും കയറി വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് മൂന്നാമത്തെ ഏറ്റവും ഈ പറഞ്ഞ പോലെ എനിക്ക് പറയണമെന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്ന സാധനമാണ് സിനിമ കണ്ടപ്പോൾ തന്നെ. കാരണം നമ്മുടെ ഗോവർദ്ധൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുന്ന ഈ ഗോവർദ്ധനോട് പോയി കാണും, ഞാൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്ന് നമ്മുടെ ബൈജു ചേട്ടൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ ഗോവർദ്ധൻ എന്ന് പറയുന്നത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരാണ്. അപ്പോൾ ഈ ആൻ്റണി ചേട്ടനെ എന്തിനാണ് കാസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ അത്രയ്ക്കും പേരും വേരുമുള്ള ഒരാൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു പ്രൊഡ്യൂസർ ആണെന്ന് കരുതി ആ ഒരു സംഭവം എന്തിനാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ആ ഒരു ക്യാരക്ടർ ചേട്ടന് കൊടുത്തേക്കാം, ആ ഒരു സുഹൃത്തിന് കൊടുത്തേക്കാം എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. കാരണം ആ സീരിയസ് ക്യാരക്ടർ ഇച്ചിരി കൂടെ വളരെ സീനിയർ ആയിട്ടുള്ള സീരിയസ് റോൾസ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ കൊടുക്കുന്നതിന് പകരം അതൊരു കോമഡി പീസാക്കി മാറ്റി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് ലാസ്റ്റ് ഞാൻ 3 പോയിന്റ്സാണ് പറഞ്ഞത്. 100 പോയിന്റോടെ പറയാം. ലാലേട്ടൻ്റെ ഈ ഒരു എബ്രാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു അറ്റയറും ഒരു കോട്ടും ഒരു ഡ്രസ്സിങ്ങും താടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏറ്റവും ചേരുന്നത് മേ ബി ഒരു പക്ഷേ ലാലേട്ടനല്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം എന്തോ ഒരു ഭാരം തലയിൽ വെച്ചതുപോലെ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. കാരണം ലാലേട്ടന് അത് പറ്റുന്നില്ല എന്നുള്ളതല്ല, സാഗറിയിലെ ജാക്കിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമയിൽ അതിനെ ഇണങ്ങുന്നില്ല. പേഴ്സണലി നമുക്ക് തിരിച്ച് നെടുമ്പള്ളി ആകണം, അല്ലെങ്കിൽ സ്റ്റീഫൻ ആകണം, സ്റ്റീഫനിലേക്ക് മുണ്ടെടുത്ത് അടിക്കുക എന്ന് മനസ്സിൽ ഇങ്ങനെ ത്വര പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഭയങ്കര കയ്യടിയാണ്. പക്ഷേ വീണ്ടും ഈ എബ്രാം ഖുറേഷി എബ്രാമിലേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ള സത്യം. സോ ഈ ഒരു നെഗറ്റിവിറ്റി അതിനകത്തുള്ളു. അതല്ലാതെ നമുക്ക് ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ അത്രയ്ക്കും ഫ്ലോപ്പ് മൂവിയോ അല്ലെങ്കിൽ അത്രയ്ക്കും മോശപ്പെട്ട മൂവിയായിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. മനോഹരമായ മേക്കിംഗ്, മനോഹരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറേ ഇൻട്രോ സീൻസ്, എസ്പെഷ്യലി പൃഥ്വിരാജ് ഇൻട്രോ സീൻസ് ഒക്കെ സുന്ദരമായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും കൈയടിയാണ്. എന്തിന് നമ്മുടെ വർമ്മ, നമ്മുടെ സായികുമാർ വന്നാലും, സുരാജേട്ടൻ വന്നാലും, ബൈജു വന്നാലും, ഇവൻ മഞ്ജു വാര്യർ വന്നാൽ പോലും എല്ലാവർക്കും കൈയടി കൊടുക്കുന്ന ആ ഒരു സാഹചര്യം. കാരണം ഓരോ ക്യാരക്ടറും ഇന്ന് ലൂസിഫർ എന്നുള്ള ആ ഒരു വേർഡ് ആ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ലൂസിഫർ എന്നുള്ള വേർഡ് നമ്മുടെ ഫാസിൽ സാർ ഉപയോഗിക്കുമ്പോൾ പോലും കയ്യടി ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. സോ അത്രയും പ്രതീക്ഷയോടെ മലയാളി ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയ്ക്ക് ഇങ്ങനൊരു സംഭവങ്ങൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡിഫക്റ്റ് വരാൻ പാടില്ല. കാരണം മലയാളികൾ ഉറപ്പായിട്ടും ആ ഒരു ഡിഫക്റ്റ് കണ്ടെത്തും. സോ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളെ ഒന്ന് മാറ്റി വെച്ച് അതിനെയും കൂടെ ചുമ്മാ സീരിയസ് ആക്കിയിരുന്നെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് തന്നെ നമുക്ക് കരുതായിരുന്നു. ഞാൻ എന്താ ഈ പറഞ്ഞ പോലെ ഒട്ടും നിരാശനാണ്, അല്ല എനിക്ക് ഈ സിനിമ കണ്ടപ്പം നിരാശയാണ് തോന്നി എനിക്ക് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 1-2 കാര്യങ്ങളൊന്നും
ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ സിനിമ ഇച്ചിരും കൂടെ ഈ ഒരു മെച്ചപ്പെട്ട ലെവലിലേക്ക് പോകാമായിരുന്നു. ആൻഡ് ഇവിടെ സിനിമ നമ്മൾ കാണാൻ വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ ടച്ചുള്ള അല്ലെങ്കിൽ ആ സംഭവത്തെ മാത്രമല്ല, നമുക്ക് ലാലേട്ടൻ്റെ ഒരു മാസും ലാലേട്ടൻ്റെ ഡയലോഗ്സും ലാലേട്ടൻ്റെ ആ ഒരു പിച്ചുള്ള സാധനങ്ങളാണ്. പിന്നെ ആണ്ടവൻ ആ ഒരു പാട്ടുണ്ടല്ലോ തമിഴ് ചൊവ്വയുള്ള നമ്മൾ ലൂസിഫറിൽ കേട്ടിരിക്കുന്ന പാട്ട്, അത് വീണ്ടും അതേ സംഭവത്തെ വീണ്ടും നമ്മൾ മാസാക്കി എടുക്കുന്നതിൽ താല്പര്യം. കാരണം നമ്മൾ അന്ന് അത് ഒരു 6 വർഷം മുമ്പ് കൈയടിച്ചാണ്, നമ്മൾ 6 വർഷം മുമ്പ് നമ്മൾ അതിനെ ആരാധിച്ചതാണ്, നമ്മൾ ഇഷ്ടപ്പെട്ടാണ്. അതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോഴത്തേക്കും ഒരു ആവർത്തന വിരസതയും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ സിനിമ മനോഹരമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ സാധാരണ ഞാൻ നമ്മുടെ ആദ്യത്തെ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ നോർമലായിട്ട് ഒരു എന്താ പറയുക മുണ്ട് പെറുക്കി അടി ആഗ്രഹിച്ചു വരുന്നവർക്കൊരു നിരാശയാവും. അതല്ല, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ വളരെ കൂളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. ആൻഡ് പറയാതെ ഇരിക്കാൻ പറ്റില്ല, കാരണം ആദ്യത്തെ 20 മിനിറ്റിൽ വന്നിരിക്കുന്ന അഭിമന്യു സിംഗ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ആക്ടർ ഉണ്ട്. അദ്ദേഹം ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. നെഗറ്റീവ് ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ശരിക്കും അത് കൊള്ളുന്നുണ്ട്. കാരണം അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ ശരിക്കും ആ ഒരു എന്താ പറയുക ഒരു തേച്ചൊട്ടിച്ചിട്ടാണ് അദ്ദേഹം ആ സിനിമ അവസാനിപ്പിക്കുന്നത്. ആൻഡ് ആ ഒരു പ്രതികാരം, അതിനെതിരെയുള്ള പ്രതികാരവും ഇച്ചിരി കുറഞ്ഞു പോയില്ലേ എന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമയെക്കുറിച്ചുള്ള എമ്പുരാൻ സിനിമ എന്തായാലും ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5-6 ഷോസ് കഴിഞ്ഞ് കാണും. രാവിലെ 6 മണിക്ക് പല തിയേറ്ററുകളിലും വന്നിരിക്കുന്ന ഷോസാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ തൽക്കാലം ബൈ. കൂടി കവർ ചെയ്യും, ഒരു രക്ഷയില്ല. അന്യായ പടമാണ്, ഒരു രക്ഷയില്ല.